അങ്ങനെ പ്രകൃതി ഭംഗി കൊണ്ടും ആത്മീയത കൊണ്ടും ലോക സഞ്ചാരികളെ ആകർഷിക്കുന്ന രാജ്യമാണ് നേപ്പാൾ. എന്നാൽ കൈലാസ യാത്രക്കിടയിൽ ജനം TV സംഘം സന്ദർശിച്ച അവിടുത്തെ ഒരു അത്ഭുത ക്ഷേത്രമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാഠ്മണ്ഡുവിലെ ശിവപുരി കുന്നുകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജൽ നാരായൺ മന്ദിർ. അനന്തശയന രൂപത്തിൽ ജലാശയത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണുവിന്റെ ഭീമാകാരമായ ഒറ്റക്കൽ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ജൽനാരായണൻ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാഠ്മണ്ഡുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, ഭഗവാൻ വിഷ്ണുവിന്റെ അനന്തശയനത്തിലുള്ള രൂപത്തിലുള്ള വിഗ്രഹത്തിന് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന നാരായണന്റെ രൂപമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ജൽനാരായണനെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇത്രയും വിശാലമായിട്ടുള്ള ഒരു മൂർത്തി വേറെ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ വിശാലമായി കിടക്കുന്ന രൂപത്തിലുള്ള ശ്രീ പത്മനാഭന്റെ മൂർത്തി ഉണ്ട്. പക്ഷെ അത് തന്നെ അദ്ദേഹം അനന്തശയനാണ്, കൈകുത്തിക്കൊണ്ട് കിടക്കുന്നതാണ്. ഇതിൽ എന്ന് പറഞ്ഞാൽ യോഗനിദ്രയാണ്. ഇത് പൂർണ്ണമായും അദ്ദേഹം ഉറങ്ങുന്ന രീതിയിൽ കണ്ണടച്ചുകൊണ്ട് കിടക്കുന്ന, മലർന്നു കിടക്കുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തിന്റെ ഐതിഹ്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇവിടെ കർഷകരായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും കൂടി പാടത്ത് പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഈ കൈക്കോട്ട് പോലുള്ളൊരു ആയുധം കൊണ്ട് ഒരു കല്ലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആ ചുറ്റുവട്ടത്തുള്ള മണ്ണ് മുഴുവൻ മാറ്റി നോക്കിയപ്പോൾ വളരെ വലിപ്പമുള്ള ഒരു വിഗ്രഹം കിട്ടിയിരുന്നു. അന്നത്തെ രാജാവിന്റെ സഹായത്തോടുകൂടിയിട്ട് ഇത് ജലത്തിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് രാജാക്കന്മാർ വന്നിരുന്നില്ല കഥ കേട്ടിട്ടുണ്ട്. ആ രാജാക്കന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അശുഭമാണ് എന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ട് പലപ്പോഴും തൊഴാൻ ഇവരിവിടെ വന്നിരുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ വന്നാൽ അവർക്ക് ദോഷം വരും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു രസകരമായ ഒരു വസ്തു കേട്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടില്ല. ഇവർ പറയും നല്ല തെളിച്ചുള്ള വെയിലുള്ള സമയത്ത്, ഈ വെള്ളത്തിൽ തെളിച്ചുള്ള സമയത്ത് ഇതിന്റെ അടിയിൽ കാണുന്ന പ്രതിബിംബത്തില് ശരിക്ക് വിഷ്ണുവിന് പകരം പരമേശ്വരൻ ശയിക്കുന്നതായിട്ടാണ് കാണുക എന്നാണ് പറയുന്നത്. അതെനിക്ക് ഇതുവരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് വിശ്വാസം ഇവിടെ ഉണ്ട്. വെള്ളം സാധാരണ ഇവിടെ കലങ്ങിയിട്ടാണ് ഉണ്ടാവാറ്. അതില്ലാത്ത സമയത്ത് അത് കാണുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തു തന്നെയായാലും വളരെ വിരാടമായിട്ടുള്ള ഒരു രൂപമാണ് ഈ വിഗ്രഹം. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് അത് സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു മനഃശാന്തി, വളരെ പ്രസന്റ് ആയിട്ടുള്ള സ്ഥലമാണ്.